പക്ഷേ ഈ CPM-ന്റെ ദേശീയ സെക്രട്ടറി MA ബേബിയാണോ വീണ മുഹമ്മദ് റിയാസ് ആണോ? സമൂഹം ഇപ്പോൾ അത്തരത്തിലുള്ള കുരുട്ട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം CPM-ൻ്റെ ഒരു പ്രത്യേകത ഒരു പവർ സെൻറ്റേഡ് ആയിട്ടുള്ള പാർട്ടിയാണ് എന്നുള്ളതാണ്. ആ പവർ സെൻറ്റേഡ് ആയിട്ടുള്ള ക്യാരക്ടർ എപ്പോഴും കാണിക്കപ്പെടുന്നത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക്. ജനറൽ സെക്രട്ടറി ആണ് അതിൽ എല്ലാം. കാരണം ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുൻകാലങ്ങളിൽ കിടക്കുന്നുണ്ട്. VS അച്യുതാനന്ദൻ കേരളത്തിലെ CPM-ൻ്റെ വളരെ പവർഫുള്ളായിട്ടുള്ള സെക്രട്ടറി ആയിരുന്നില്ല. അക്കാലത്താണ് EK നായനാർ കേരളത്തിൽ CPM-ൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് യാതൊരു സ്വാതന്ത്ര്യവും കൊടുക്കാത്ത ഒരു ജനറൽ സെക്രട്ടറി ആയിരുന്നു VS അച്യുതാനന്ദൻ എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അന്ന് AK സെൻറ്റർ അറിയപ്പെട്ടിരുന്നത് തന്നെ ക്രെംലിൻ കൊട്ടാരം എന്നായിരുന്നു. റഷ്യയുമായി ബന്ധപ്പെടുത്തിയിട്ട് ക്രെംലിൻ കൊട്ടാരത്തിൻ്റെ പ്രാധാന്യം എല്ലാം തീരുമാനിക്കുന്ന സ്ഥലം. അപ്പോൾ EK നായനാർ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇങ്ങനെ മുഖ്യമന്ത്രിയായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്ന VS അച്യുതാനന്ദൻ വഴിയായിരുന്നു. VS അച്യുതാനന്ദൻ എന്ന പാർട്ടിയുടെ സെക്രട്ടറി. അപ്പോൾ എല്ലാവരും കരുതുന്നത് VS-ൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. അല്ല, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സ്വഭാവം മാറി. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി, പിണറായി വിജയൻ സെക്രട്ടറിയായി. അപ്പോൾ സംഭവിച്ചത് എന്താണ്? VS-ന് എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് പിണറായി വിജയനായിരുന്നു. കാരണം പിണറായി വിജയനാണ് പാർട്ടി സെക്രട്ടറി. പാർട്ടി സെക്രട്ടറി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കാനായിട്ട് പാടുള്ളൂ. എന്നുവെച്ചാൽ അവസാനം വന്ന ആരോപണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രവർത്തിക്കാനായിട്ട് പാർട്ടി അനുവദിക്കുന്നില്ല എന്നായിരുന്നു. എല്ലാം തീരുമാനിക്കുന്നത് പിണറായി വിജയൻ. അപ്പോൾ പൊതുവെ ആളുകളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറി ഇങ്ങനെ കരുത്തനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ അത് പൊളിച്ചത് പിണറായിയാണ്. പിണറായി മുഖ്യമന്ത്രിയായ സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറിയായി. അപ്പോൾ പിണറായി പറയുന്നത് കേൾക്കുന്ന സെക്രട്ടറിയെ നിർമ്മിച്ചെടുക്കുന്നൊരു ജോലി പിണറായിക്കുണ്ടായി എന്നുള്ളതാണ്. കാരണം ഒരുപാട് കാലമായിട്ട് പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരുന്ന പിണറായിക്ക് പാർട്ടിയിൽ നല്ല സ്വാധീനം ഉണ്ടായിരുന്നതുകൊണ്ട് ആ സ്വാധീനം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും പാർട്ടിയിൽ ചെലുത്താനായിട്ട് കഴിയും. അങ്ങനെയാണ് കേരളത്തിൽ ഈ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നതിൻ്റെ സ്വാധീനം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അത് പിന്നീട് ഇപ്പോൾ ഗോവിന്ദ മാസ്റ്റർ വന്ന സമയത്തും ഗോവിന്ദ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ പിണറായി പറയുന്നതിനനുസരിച്ചിട്ട് ആടിക്കളിക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞു. അങ്ങനെ പാർട്ടി സെക്രട്ടറിയുടെ അധികാരം എന്ന് പറയുന്നത് ഇല്ലാതെ കേന്ദ്രത്തിൻ്റെ സ്ഥിതി പരിശോധിക്കുന്ന സമയത്ത് കേന്ദ്രത്തിൽ CPM-ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആണുള്ള അധികാരി. പക്ഷേ കുറേ നാളുകളായിട്ട് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ശക്തി ഇങ്ങനെ ക്ഷയിച്ചു തുടങ്ങിയ സമയത്ത് പാർട്ടി കേരളത്തിലേക്ക് മാത്രമായിട്ട് കേന്ദ്രീകരിക്കപ്പെട്ടു. അപ്പോൾ ബംഗാളിൽ നേരത്തെ ഭരണമുണ്ടായിരുന്നു, ത്രിപുരയിൽ ഭരണമുണ്ടായിരുന്നു, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒരുവിധം പ്രസക്തമായിട്ടുള്ള രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന പാർട്ടി പ്രവർത്തനം നടന്നുകൊണ്ടിരുന്ന അത് പക്ഷേ തകർന്ന് ഇവിടെയൊന്നും ഭരണമില്ലാതായി ആകെ ഭരണമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് കേരളമായി മാറി. അപ്പോൾ കേരളമാണ് ഇന്ത്യയിലെ CPM-ൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നൽകുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറി. അങ്ങനെ കേരള പാർട്ടിക്ക് CPM എന്ന് പറയുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അസാധാരണമായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടാകാൻ തുടങ്ങുകയും ആ സ്വാധീനം ഏതാണ്ട് എല്ലാ മേഖലകളിലേക്കും അത് പ്രസരിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു സിറ്റുവേഷനിലാണ് ഈ പുതിയ പാർട്ടി കോൺഗ്രസ് 24-ാം പാർട്ടി കോൺഗ്രസ് നടക്കുകയും പാർട്ടി കോൺഗ്രസ് പുതിയ ഒരു ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുത്തു. ആ ജനറൽ സെക്രട്ടറി MA ബേബി എന്ന് പറയുന്ന സഖാവാണ്. പക്ഷേ അദ്ദേഹത്തിനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരവസരം ഇപ്പോൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സമീപകാല വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇത് പാർട്ടി എന്ന് പറയുന്നത് ദുർബലമാകപ്പെടുന്നതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. പാർട്ടി ദുർബലമായിപ്പോയി. പാർട്ടി ദുർബലമാകുമ്പോൾ പാർട്ടി സെക്രട്ടറിയും ദുർബലമാകും. അപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് ഒന്നും ചെയ്യാനില്ല, വെറുതെ കാഴ്ചക്കാരനായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്താന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ ഒരു ദുരന്തം എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ സീതാറാം യെച്ചൂരി പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇത്രമാത്രം പതിച്ചിട്ടില്ല. പിണറായിയുടെ ഈ ഒരു ആധിപത്യം ആ സമയത്ത് ഇത്ര വലിയ ഉച്ചസ്ഥായിലല്ലായിരുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തിനാണ് ഈ ബേബിയും ഈ ഗോവിന്ദനും ഉൾപ്പെടെയുള്ളവർ പിണറായിയെ ഭയക്കുന്നത്?
അല്ല, ബേബിക്ക് പ്രവർത്തിക്കാനായിട്ട് വേദികൾ തുറന്നു വരുന്നേ ഉള്ളൂ ശരിക്കും. കാരണം അദ്ദേഹം സെക്രട്ടറിയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ സീതാറാം യെച്ചൂരി സെക്രട്ടറി ആയിരുന്ന സമയത്ത് വളരെ ശക്തമായിട്ട് ഇതിൽ ഇടപെടാനായിട്ട് ചില സമയങ്ങളിലെങ്കിലും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നത് നമ്മളുടെ മുന്നിൽ തെളിവുണ്ട്. ഒന്ന്, കേരളത്തിലെ പോലീസ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, പോലീസ് ആക്ട് പരിഷ്കരിക്കാനായിട്ട് പിണറായി തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച സമയത്ത് എല്ലാവരും എതിർത്തു. പക്ഷേ പിണറായി അതിന് വഴങ്ങാൻ തയ്യാറായിരുന്നില്ല. അവസാനം സീതാറാം യെച്ചൂരി എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് അധികാരം പ്രയോഗിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ പിണറായിയോട് പറഞ്ഞത് പിൻവലിക്കാനായിട്ട് പറഞ്ഞു. പിൻവലിച്ചു. എന്നിട്ട് നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട ഇടപെടൽ എന്ന് പറഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റിയുടേത് അതായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്. മാത്രമല്ല, പല ഇടങ്ങളിലും കോൺഗ്രസുമായിട്ടുള്ള സഖ്യം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ പിണറായിയോ അല്ലെങ്കിൽ പിണറായിക്കൊപ്പം നിൽക്കുന്ന ആളുകൾ എടുക്കുന്ന നിലപാടുകൾക്ക് വ്യത്യസ്തമായി നിലപാടെടുക്കാനായിട്ട് സീതാറാം യെച്ചൂരി കഴിയുകയും സീതാറാം യെച്ചൂരി അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. VSനെ പുറത്താക്കാനായിട്ടുള്ള ശ്രമം പിണറായിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ നടന്ന സമയത്ത് അതിനെയൊക്കെ അതിശക്തമായിട്ട് എതിർത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞതും സീതാറാം യെച്ചൂരി എന്ന് പറയുന്നതായിട്ടുള്ള ജനറൽ സെക്രട്ടറിയുടെ കഴിവായിട്ടാണ് പിന്നീട് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സാധ്യതയുണ്ട്. ജനറൽ സെക്രട്ടറിക്ക് നല്ല രീതിയിൽ പവർ കൈകാര്യം ചെയ്യാനായിട്ട്, അധികാരം കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമുള്ള പാർട്ടിയാണ് CPM. അത് എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് ഓരോ ജനറൽ സെക്രട്ടറിമാരും പാർട്ടിക്കകത്തുള്ള ഓരോ ഘടകങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. ബേബിക്ക് ആ ബന്ധങ്ങൾ ഇനിയും നിർമ്മിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബേബി സെക്രട്ടറിയായിട്ട് വന്നത് ശരിയാണ്. പക്ഷേ സെക്രട്ടറി എന്നതിലൊക്കെ അദ്ദേഹത്തിന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് കഴിയണമെങ്കിൽ കേരളത്തിലെ പാർട്ടിയോടും അതേപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള പാർട്ടിയോട് അദ്ദേഹത്തിന് കുറച്ചുകൂടി ദൃഢമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കി ആ ബന്ധത്തിലൂടെ അവരുടെ ഒരു സമ്മർദ്ദം വരുത്തി മാത്രമേ കേരളത്തിൽ പാർട്ടിക്ക് അതീതമായി നീങ്ങുന്ന പിണറായി സംഘത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശ്രമിക്കാനായിട്ട് കഴിയുള്ളൂ. അത് അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ള കാര്യത്തിലൊക്കെ എല്ലാവരും സംശയത്തിലാണ്. കാരണം ഈ പാർട്ടി പഴയൊരു പാർട്ടിയൊന്നുമല്ല, വല്ലാതെ മാറിപ്പോയൊരു പാർട്ടിയാണ് ഈ പാർട്ടി. അങ്ങനെയുള്ള പാർട്ടിയിൽ എന്ത് പ്രത്യയശാസ്ത്ര ശാഠ്യവും അതേപോലെ സംഘടനാ സംവിധാന ശാഠ്യവും സാധ്യമാണ് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നായിരിക്കും ബഹുഭൂരിപക്ഷം സഹാക്കളും പറയുന്നത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല എന്ന് പറയുന്ന സഹാക്കളുടെ എണ്ണം വളരെ വളരെ കൂടിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഇങ്ങനെ അങ്ങ് പോകും, തീരും. ഈ VS അച്യുതാനന്ദൻ, EK നയനാർ, ഉമ്മൻചാണ്ടി, നമ്മൾ പേരെടുത്ത് പറയുമ്പോൾ ഇത്തരം മുഖ്യമന്ത്രിമാർ ജനകീയന്മാരായിരുന്നു. VSനും ഒക്കെ ഇപ്പോഴും നെഞ്ചിലേറ്റി നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എന്നുള്ളതാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ അധപ്പതനത്തിലേക്ക് എത്തിച്ചത്, അതായത് ഈ നല്ല സഹാക്കന്മാർ എന്ന് പറയുന്നവർ ഈ പാർട്ടി വിട്ട് പോകാൻ ഒരു പ്രധാന കാരണം പിണറായി വിജയന്റെ ഭരണവും പിണറായി വിജയന്റെ ആധിപത്യം സ്ഥാപിക്കലുമാണ്. ഇനി ഒരു പിണറായി സർക്കാർ, ഇപ്പൊ CPM സർക്കാർ എന്നല്ല പറയുന്നത്, അല്ല കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നല്ല പറയുന്നത്, അടുത്ത പിണറായി സർക്കാർ എന്നാണ് പറയുന്നത്. അത്രമാത്രം പാർട്ടി ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകൃതമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ആരെയും വളർന്നു വരാൻ അനുവദിക്കാതെ താൻ തന്നെ ആയിരിക്കണം എല്ലാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇനി വരും തലമുറകൾ ഇങ്ങനെ ഒരു നേതാവ് ഇവിടെ ഉണ്ടായിരുന്നു, ഏകാധിപതിയായ ഒരു നേതാവ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയിപ്പിക്കാനാണോ, അല്ലെങ്കിൽ പാർട്ടിയെ തീർത്തും തകർത്ത് തരിപ്പണമാക്കാനാണോ പിണറായി ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളെ പരിശോധിക്കുമ്പോൾ ഈ സെൻട്രലിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പാർട്ടി പറയുന്ന ഭാഷ, അത് ഒരു കേന്ദ്രീകൃത ആധിപത്യത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. കേന്ദ്രീകൃത ജനാധിപത്യ സംവിധാനം ശരിയായിട്ടുള്ള രീതിയിൽ അങ്ങനെ പ്രവർത്തിച്ചതായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ല. നമ്മൾ ലോക ചരിത്രത്തിലേക്ക്, കമ്മ്യൂണിസ്റ്റ് ലോക ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ലെനിൻ, സ്റ്റാലിൻ, മാവോ, പിന്നെ മറ്റ് പല രാഷ്ട്രങ്ങളിലും ഉണ്ടായിരുന്നതായ നേതാക്കൾ, അവരുടെ പേരുകളൊന്നും അങ്ങനെ ഇത്ര കോമൺ ആയ രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ഈ പേരുകളുടെ പ്രത്യേകത എന്താണ്? ഇവരെല്ലാം തന്നെ സ്വേച്ഛാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭരിച്ചിട്ടുള്ള നേതാക്കന്മാരാണ്. അവരറിയപ്പെടുന്നതും അവരുടെ ഈ പേരിൽ തന്നെയാണ്. ആ പാർട്ടിയും അറിയപ്പെടുന്നത് ആ പേരിൽ തന്നെയാണ്. സ്റ്റാലിനിസം, ലെനിനിസം, മാവോയിസം എന്നൊക്കെ പറഞ്ഞ ഇസങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ വ്യക്തികളുടെ കേന്ദ്രീകൃതമായിട്ടുള്ള ഭരണ സംവിധാനത്തിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട്
ഈ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ആധിപത്യ സ്വഭാവം പുലർത്തുന്ന ഒരു പാർട്ടിയുടെ പ്രശ്നമായിട്ടാണ് ആ പ്രശ്നത്തെ കണക്കാക്കേണ്ടത്. ഇതിനെ പരിശോധിക്കാനും മാറ്റാനും പുനർനിർമ്മിക്കാനും ഒക്കെ ശ്രമിച്ച ചില നേതാക്കളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന് പറയുന്ന ഗ്രാംഷി എന്ന് പറയുന്ന നേതാവാണ്, ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. അദ്ദേഹം എങ്ങനെയാണ് ഈ പാർട്ടി ചട്ടക്കൂടും ജനകീയതയും പൊരുത്തപ്പെട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നതെന്ന് പറയുന്ന അന്വേഷണം നടത്തിയിട്ടുണ്ട്. അത്തരം അന്വേഷണങ്ങൾക്കൊന്നും ഒരു സാധ്യതയില്ലാത്ത രീതിയിൽ തകർച്ച മാത്രം കാണുന്ന ഒരു പാർട്ടിയായിട്ട് ഇപ്പോൾ CPM മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതിനേക്കാൾ കൂടുതൽ വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.